മാത്സ് സർക്കിളിലെ 10ാം ക്ലാസ്സിലെ മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾ എന്ന് പറയുന്ന പാഠത്തിലെ ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, ഈ ഒരു റൂള് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിന്റെ സെന്ററിനെ ഞാൻ O എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. O സെന്ററാക്കി, O കേന്ദ്രമായിട്ട് ഒരു സർക്കിൾ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 3 പോയിന്റ് കാണാനായിട്ട് സാധിക്കും. A, B, C എന്ന് പറയുന്നത്. A, B, C എന്ന് പറയുന്ന പോയിന്റുകൾ, അതായത് A മുതൽ C വരെയുള്ള ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആർക്ക് എന്ന് വിളിക്കുക. A മുതൽ, അതായത് A, B, C എന്താണ്? ഒരു ആർക്കാണ് അല്ലേ? ഈ ആർക്ക് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ആണ് ഏത്? AOC എന്ന് പറയുന്നത്. AOC എന്ന് പറയുന്നത് ഈ ആർക്ക് ഉണ്ടാക്കുന്ന ഒരു കേന്ദ്ര കോണ് അല്ലെങ്കിൽ ഒരു സെൻട്രൽ ആംഗിൾ ആണ് ഏത്? ആംഗിൾ AOC. ഈ ആർക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. P എന്ന് പറയുന്ന പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? APC എന്ന് പറയുന്ന ഈ ഒരു ആർക്കിനെ എന്തെന്ന് വിളിക്കാം? ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് വിളിക്കാം. ഓക്കെ, ABC എന്ന് പറയുന്ന ആർക്കിന്റെ ഈ ഭാഗം ഒഴിച്ച് ബാക്കി വരുന്ന ഈ ഒരു ആർക്ക് ഉണ്ടല്ലോ, APC വരെയുള്ള ആർക്ക്, അതിനെ നമുക്ക് ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് വിളിക്കാം. എയിൽ നിന്ന് തുടങ്ങി, അതായത് ഈ ആർക്കിന്റെ രണ്ട് എൻഡുകളാണ് എയും സിയും. എയിൽ നിന്ന് തുടങ്ങി ആൾട്ടർനേറ്റീവ് ആർക്കിൽ ഒരു പോയിന്റ് ആണ് ഏത്? P. ആ പിയിൽ നിന്ന് ഈ ആർക്കിന്റെ ഈ എൻഡായ സിയിലേക്ക് അവസാനിക്കണം. ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യാണ് അല്ലേ? അതായത് ആൾട്ടർനേറ്റ് ആർക്കില് ഒരു ആംഗിള് ഫോം ചെയ്യാണ്. ഈ ആംഗിളും ഈ സെൻട്രൽ ആംഗിളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതായത് സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും ഏത്? ആൾട്ടർനേറ്റ് ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ആംഗിൾ AOC എന്ന് പറയുന്നത് X ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഹാഫ് ആയിരിക്കും ഏത്? ആംഗിൾ APC എന്ന് പറയുന്നത്. അതിന്റെ ഹാഫ്, X ഡിഗ്രിയുടെ പകുതി. അത് ഈ പറയുന്ന ABC എന്ന് പറയുന്ന ആർക്ക് അല്ലാതെ ആൾട്ടർനേറ്റീവ് ആർക്കിൽ എവിടെ ഒരു പോയിന്റ് ഇട്ടാലും, ഇപ്പൊ ഞാനിവിടെ ഒരു പോയിന്റ് ഇട്ടു, Q എന്ന് പറയുന്ന പോയിന്റ് ഇട്ടു, ആ പോയിന്റിലേക്ക് ഈ ആർക്കിന്റെ രണ്ട് എൻഡിൽ നിന്നും നമ്മൾ വരച്ച് ആൾട്ടർനേറ്റീവ് ആർക്കിലെ ഈ പോയിന്റിൽ മുട്ടി ഈ ആർക്കിന്റെ എൻഡിലേക്ക് വരക്കണം അല്ലേ? അപ്പോഴും ഇതേ നിയമം തന്നെയാണ്. ഇതിന്റെ ഹാഫ് തന്നെ ആയിരിക്കും ഇത്. ഇനി ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു, R എന്ന് പറയുന്ന പോയിന്റ് കൊടുത്തു. അതും എവിടെയാണ് R എന്ന് പറയുന്ന പോയിന്റ് കൊടുത്തിട്ടുള്ളത്? ഈ പറയുന്ന ആൾട്ടർനേറ്റീവ് ആർക്കിലാണ് പോയിന്റ് കൊടുത്തിട്ടുള്ളത്. AOC അല്ലെങ്കിൽ AOC ഉണ്ടല്ലോ, അല്ലെങ്കിൽ ABC എന്ന് പറയുന്ന ആർക്കിന്റെ രണ്ട് എൻഡിൽ നിന്നും എന്താണ്? എയിൽ നിന്ന് ആറിലേക്ക്, ആറിൽ നിന്ന് സിയിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ആംഗിൾ ഇവിടെ ഫോം ചെയ്യാണ്. ഈ ആംഗിളും ഇതിന്റെ ഹാഫ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. ഇവിടെ ABC എന്ന് പറയുന്നത് ഒരു ആർക്കാണ്. ഈ ആർക്ക് ഫോം ചെയ്യുന്ന സെൻട്രൽ ആംഗിൾ ആണ് ഏത്? X ഡിഗ്രി എന്ന് പറയുന്നത്. ഈ A മുതൽ C വരെയുള്ള ഭാഗം ഒഴിച്ചിട്ട് വരുന്ന ബാക്കി ആർക്കിനെ വിളിക്കുന്ന പേരാണ് ആൾട്ടർനേറ്റീവ് ആർക്ക്. അവിടെ ഫോം ചെയ്യുന്ന ആംഗിള് എന്ന് പറയുന്നത് ഇവിടത്തെ ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അത് വെച്ചിട്ടുള്ള പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഈ പ്രോബ്ലത്തിൽ ചോദിച്ചിട്ടുള്ളത് ട്രയാങ്കിൾ ABCയിലെയും ട്രയാങ്കിൾ BOCയിലെയും എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. ട്രയാങ്കിൾ ABCയിലെയും
ട്രയാങ്കിൾ ബി ഒ സിയിലെയും എല്ലാ ആംഗിളും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾസ് ആണ് ഏതൊക്കെ? ഒന്ന് ബി എ സി, ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഒ ബി സി, ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഒ സി ബി, ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അതുപോലെ ബി ഒ സി, ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡ് എന്തൊക്കെയെന്ന് നോക്കാം. നമുക്ക് ആകെ തന്നിട്ടുള്ളത് ഈ ഒരു ആംഗിളും മാത്രമേ തന്നിട്ടുള്ളൂ. അത് ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒയും എയും തമ്മിൽ ഞാൻ കൂട്ടിമുട്ടിക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഒ ബി എന്ന് പറയുന്നത് റേഡിയസ് ആണ് അല്ലെ, ഒ എ എന്ന് പറയുന്നതും റേഡിയസ് ആണ്. നിങ്ങൾ നോക്കിയേ, എ ഒ ബി എന്ന് പറയുന്ന ട്രയാങ്കിള്, അതിന്റെ രണ്ട് വശങ്ങൾ അല്ലെങ്കിൽ രണ്ട് സൈഡുകൾ ഈക്വൽ ആയിട്ട് വന്നു എങ്കിൽ ഈ ട്രയാങ്കിളിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എന്ന് വിളിക്കാം. എങ്കിൽ ഈ ആംഗിളും എന്തായിട്ട് വരും? ഈക്വൽ ആയിട്ട് വരും. അപ്പൊ ഇവിടെ 20 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി വരും? 20 ഡിഗ്രി വരും. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പുറത്തെ ട്രയാങ്കിൾ നോക്കിയേ. ട്രയാങ്കിൾ ഏതാ? എ ഒ സി അല്ലെ. എ ഒ സി എന്ന് പറയുന്നതിൽ ഒ എ എന്ന് പറയുന്നത് റേഡിയസ് ആണ്, ഒ സി എന്ന് പറയുന്നതും റേഡിയസ് ആണ്. അപ്പൊ ട്രയാങ്കിൾ എ ഒ സിയില് രണ്ട് വശങ്ങൾ തുല്യമായിട്ട് വന്നു. അപ്പൊ ഇതും എന്ത് ടൈപ്പ് ട്രയാങ്കിൾ ആണ്? സമപാർശ്വ ത്രികോണമാണ് അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ഇവിടത്തെ ആംഗിളും ഇവിടുത്തെ ബേസ് ആംഗിൾ രണ്ടും എന്തായിട്ട് വരും? ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെ വരും? 30 തന്നെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ബി എ സി എന്ന് പറയുന്ന ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. ഏത് ആംഗിളാണ് കണ്ടുപിടിച്ചത്? ബി എ സി അല്ലെ. ബി എ സി നമുക്ക് കിട്ടി. എത്ര? ബി എ സി എന്ന് പറയുന്നത് ഈ രണ്ട് ആംഗിളും കൂട്ടിയതാണ് അല്ലെ. 20 + 30 എത്ര കിട്ടി? 50 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാ? ബി ഒ സി കണ്ടുപിടിക്കാം. ബി ഒ സി നമുക്ക് കണ്ടുപിടിക്കാം. ഈ ആംഗിൾ നമ്മൾ നേരത്തെ പഠിച്ചു. എന്താ? ഇതൊരു ആർക്കാണ് അല്ലേ. ഇതെന്താണ്? ഒരു ആർക്കല്ലേ. ബി മുതൽ സി വരെയുള്ള ഒരു ഭാഗം ഇത് ആർക്കാണ്. ഈ ആർക്ക് ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ ആണ് ഏത്? ഈ ആംഗിൾ. ഞാൻ അതിന്റെ മുകളിൽ കൂടെ വരച്ച് കാണിച്ചു തരണ്ട മനസ്സിലാവാൻ വേണ്ടി. ബി മുതൽ സി വരെയുള്ള ഈ ആർക്ക് ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ ആണ് ഇത് അല്ലെ. ഇതിന്റെ ഹാഫ് എവിടെയാണ് വരാ? നമ്മൾ നേരത്തെ പഠിച്ചു. എവിടെയാണ് വരാ? ആൾട്ടർനേറ്റീവ് ആർക്കില് ഉണ്ടാക്കുന്ന ആംഗിൾ. അത് ഏത് ആംഗിളാ? ഈ ആംഗിൾ അല്ലേ. കണ്ട, ബിയിൽ തുടങ്ങി ആൾട്ടർനേറ്റീവ് ആർക്കിൽ ഒരു പോയിന്റിൽ മുട്ടി സിയിൽ അവസാനിക്കുന്ന ഒരു ആംഗിൾ ആണ് ഏത്? ഇത്. അതെന്തായാലും ഏതിന്റെ ഹാഫ് ആയിരിക്കും? ഇതിന്റെ ഹാഫ് ആണ് നമ്മൾ പഠിച്ചു. അപ്പൊ ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഏത്? ഈ ആംഗിൾ. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 3 ആയിരിക്കും? 100 ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾക്ക് ബി ഒ സി എന്ന് പറയുന്ന ആംഗിൾ കിട്ടി. എത്ര കിട്ടി? 100 എന്ന് കിട്ടി. 100 ഡിഗ്രി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാ? ഒ ബി സി കണ്ടുപിടിക്കണം. ഏതാണ് ഒ ബി സി? ഒ ബി സി ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയേ, ഒ ബി എന്ന് പറയുന്നതും ഒ സി എന്ന് പറയുന്നതും എന്താണ്? റേഡിയസുകളാണ് അല്ലെ. ഒ ബി ഒ സി റേഡിയസ് ആണ്. അപ്പൊ ഇതും എന്ത് ടൈപ്പ് ട്രയാങ്കിൾ ആണ്? ഈ ഒ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിള് എന്ത് ടൈപ്പ് ട്രയാങ്കിൾ ആണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്. അതുകൊണ്ട് ഈ ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. നമുക്കറിയാം 3 ആംഗിളും, ഈ ആംഗിളും ഇതും ഈ ട്രയാങ്കിളിലെ 3 ആംഗിളും കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും അല്ലേ. അതായത് ട്രയാങ്കിൾ ബി ഒ സിയിലെ ഏതൊക്കെ ആംഗിൾസ് ആണ്? ഒന്ന് പറഞ്ഞേ. ഒന്ന് ഒ ബി സി, ആംഗിൾ ഒ ബി സിയും പ്ലസ് ആംഗിൾ ഏതാ? ഒ സി ബിയും, ആംഗിൾ ഒ സി ബിയും. പിന്നെ ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഏതാ? ഇത് 100.
ഒരു ട്രയാങ്കിളിലെ എല്ലാ ആംഗിളും എത്രയാണ്? 180 ഡിഗ്രിയാണ് അല്ലേ. അതിൽ ഇത് രണ്ടും എന്താണ് സെയിം ആയിട്ടുള്ള ആംഗിളാണ്. അപ്പം ഈ 100നെ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പുറത്തേക്ക് കൊടുക്കുക. സമത്തിൻ്റെ ഇപ്പുറത്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? 180 മൈനസ് 100 ഈക്വൽ ടു OBC പ്ലസ് OCB അല്ലേ. 180 100 കുറക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 80. അതായത് ഈ രണ്ട് ആംഗിളും കൂടി കൂട്ടി എത്ര കിട്ടും? 80 എന്ന് കിട്ടും അല്ലെ. ഈ രണ്ട് ആംഗിൾ ഈക്വൽ അല്ലേ. ഇപ്പൊ ഇത് എക്സ് ഡിഗ്രി, ഇത് എക്സ് ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. അപ്പൊ രണ്ടും കൂടുമ്പോൾ എന്താണ്? ഇതിന് എക്സ് ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി, അപ്പൊ 2x ഡിഗ്രി. അപ്പൊ 80/2 = എക്സ് ഡിഗ്രി. ഇത്രയും ചെയ്യാനൊന്നുമില്ല. എന്താണ് ഇവിടെ നമുക്കറിയാം 180 100 കുറച്ച് എത്ര കിട്ടി? 80 കിട്ടി. ആ 80നെ ഈക്വൽ ആയിട്ട് രണ്ടുപേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എക്സ് ഇട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. എന്നാലും ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നത് മാത്രം. 180 ഈ 100 മൈനസ് ചെയ്യാം. മൈനസ് ചെയ്തിട്ട് ഈ രണ്ട് ആംഗിൾ ഈക്വൽ അല്ലേ. സോ ആ 80നെ നിങ്ങൾ നേരെ രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി കിട്ടും? 40 ഡിഗ്രി. ഇവിടെ എത്ര കിട്ടും? 40 ഡിഗ്രി. അപ്പൊ നമുക്ക് OBC കിട്ടി എത്ര? 40 ഡിഗ്രി. OCBയും കിട്ടി എത്ര കിട്ടി? 40 ഡിഗ്രി. മനസ്സിലായില്ലേ? നമുക്ക് അടുത്തൊരു പ്രോബ്ലം പരിചയപ്പെടാം. ഇതൊരു ക്ലോക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, പക്ഷെ വളരെ സിമ്പിളാണ്. നമുക്ക് ഇവിടെ ആംഗിൾ ഒന്നും തന്നിട്ടില്ല. നമ്മളോട് ചോദിക്കുകയാണ് ഇപ്പം ഇവിടുത്തെ ആംഗിളും അതുപോലെ ഇവിടുത്തെ ആംഗിളും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേര് കൊടുത്തു, ABC. ഇതാണ് ക്ലോക്കിന്റെ സെന്റർ. ക്ലോക്ക് ഇവിടെ എന്താണ്? സർക്കിൾ ആണെന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇതിന് ഞാൻ O എന്നും കൊടുത്തു. ഓക്കെ. അപ്പൊ ഈ 3 ആംഗിളും നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോക്കിയേ, ഇവിടെ ക്ലോക്കില് 12 മണിക്കൂറാണ് അല്ലേ. ഒരു ക്ലോക്കിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. അതിനെ എത്ര ആയിട്ട് നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം? 12 മണിക്കൂറാണ് അല്ലേ. 12 മണിക്കൂറായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രി വെച്ച് കിട്ടും? 30 ഡിഗ്രി വെച്ച് കിട്ടും. അതായത് ഓരോ മണിക്കൂറിനിടയിലുള്ള ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഓരോ മണിക്കൂറിനും ഇടയിൽ എത്ര ഡിഗ്രി വ്യത്യാസമുണ്ട്? 30 ഡിഗ്രി വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഈ സെൻറ്ററിൽ നിന്ന് ബിയിലേക്കും അതുപോലെ തന്നെ സിയിലേക്കും വരക്കാണ്. ഓക്കെ. ഇവിടെ നിങ്ങൾ നോക്കി എത്ര മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടെന്ന് നോക്കുക. 1 2 3 അല്ലേ. അതായത് 1 മുതൽ 4 വരെ എത്തുമ്പോൾ 3 മണിക്കൂറിന്റെ വ്യത്യാസമാണ്. അപ്പൊ 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ 30 ആണ് അല്ലേ. അപ്പൊ 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി ആവും? 30 × 3 എത്ര? 90 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ആ 90 ഡിഗ്രി എവിടുത്തെ ആംഗിളാണ്? ഈ സെൻട്രൽ ആംഗിളാണ് അല്ലേ. ഈ ആംഗിളിന്റെ ഇത് ശരിക്കും ആർക്കല്ലേ. 1 മുതൽ 4 വരെ എന്ന് പറയുന്നത് ഒരു ആർക്കാണ് അല്ലേ. ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ നമുക്ക് എത്ര കിട്ടും? 90 എന്ന് കിട്ടും. നമുക്കറിയാം ഈ സെൻട്രൽ ആംഗിൾ അല്ലേ, ഈ സെൻട്രൽ ആംഗിൾ 90 എന്ന് കിട്ടി. ഈ ആർക്കിന്റെ ആൾട്ടർനേറ്റ് ആർക്കാണ് ഇത് ഈ ഒരു ഭാഗം അല്ലേ. അതായത് 4 മുതൽ 1 വരെയുള്ള ഭാഗം ഏതാ? ആൾട്ടർനേറ്റ് ആർക്കാണ്. ആ ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് ഇത്. ഓക്കെ. ഇത് നമുക്ക് എന്തായിരിക്കും? ഇതിന്റെ പകുതി ആയിരിക്കും അല്ലേ. 90ന്റെ പകുതി ആയിരിക്കും. എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഇനി നമ്മൾ അപ്പൊ ഈ ആംഗിൾ കിട്ടി. അപ്പൊ ആംഗിൾ കിട്ടിയ ആംഗിൾ ഞാൻ ഇവിടെ എഴുതിയേക്കാണ്. ആംഗിൾ എ എന്ന് പറഞ്ഞത് 45 ഡിഗ്രി കിട്ടി അല്ലേ. ഇനി ആംഗിൾ ബി കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ആംഗിൾ സി കണ്ടുപിടിക്കണം.
ഇനി നോക്കി നിങ്ങൾ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുക. ഇവിടുത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിന്റെ ഹാഫ് ആയിരിക്കും ഏത് ഇതെന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ ഇവിടെ എത്ര മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 അല്ലേ. 4 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ 4 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ 30 × 4 120 എന്ന് കിട്ടും. ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 120. ഇതിന്റെ ഹാഫ് ആയിരിക്കും ഏത് ഈ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ എത്രയായിരിക്കും? 60. ആംഗിൾ ബി കിട്ടി. എത്ര കിട്ടി? ആംഗിൾ ബി എന്ന് പറയുന്നത് 60 ഡിഗ്രി. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് തിരിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ കിട്ടും. ഇവിടുത്തെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഏത് ഈ ആംഗിൾ എന്ന് പറയുന്നത്. ഏത് ആംഗിൾ സി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എത്ര മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടെന്ന്. 1 2 3 4 5 മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ട് അല്ലേ. 5 മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ട്. അപ്പൊ എന്ത് കിട്ടും? 30 × 5 150 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ ഈ ഇവിടെ നമുക്ക് സെൻട്രൽ ആംഗിൾ 150 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ അതിന്റെ ഹാഫ് ആയിരിക്കും എവിടെ? ഇവിടെ. എത്ര കിട്ടും? 75 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ആംഗിൾ സി കിട്ടി. എത്ര? 75 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആയില്ല? അപ്പൊ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഏതൊക്കെ സൂചികളുടെ അതല്ലെങ്കിൽ ഏതൊക്കെ സംഖ്യകൾക്ക് കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടാന്ന് ചോദിക്കും. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കണം അല്ലെ. അപ്പൊ നമ്മൾ ഒരു സൂചി ഒന്നിലാക്കി. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ 60 കിട്ടിയത് അല്ലേ. ഇവിടെ 60 കിട്ടിയത് കാരണം എന്താ? 120ന്റെ ഹാഫ് ഇവിടെ 60. 120 ആവാനായിട്ട് നമ്മൾ എത്ര മണിക്കൂറിന്റെ വ്യത്യാസം വന്നു? 1 2 3 4 അല്ലെ. 4 മണിക്കൂർ ഗ്യാപ്പ്, അതായത് 4 മുതൽ 8 വരെ സൂചികൾക്കിടയിൽ ആംഗിൾ എത്ര? 120. അപ്പോഴിവിടെ എത്രയാവും? 60. അങ്ങനെ നമ്മൾ 4 മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഈ നേരത്തെ വരച്ച ക്ലോക്കിന്റെ അതേ മോഡൽ തന്നെയാണ് ഞാൻ വരച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയേ, അതായത് 1 മുതൽ 5 വരെ എത്ര മണിക്കൂർ വ്യത്യാസമുണ്ട്? 1 2 3 4. ഓക്കെ, 4 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? അതായത് എ മുതൽ സി വരെയുള്ള ഈ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? 4 മണിക്കൂറാണ് വ്യത്യാസം അല്ലെ. 4 ഹവർ. ഒരു മണിക്കൂർ എത്ര ഡിഗ്രിയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞാണ് 1 അവർ 30 ഡിഗ്രിയാണ്. അപ്പൊ 4 മണിക്കൂർ എന്ന് പറയുമ്പോൾ 4 × 30 120 ഡിഗ്രി. ഇവിടെ 120 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഹാഫ് ആയിരിക്കും എവിടെ? ഇവിടെ. എത്ര? 60 ഡിഗ്രി വരും. ഇനി സി മുതൽ ബി വരെയുള്ള ഈ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് നോക്കാം. ഇവിടെ എത്ര മണിക്കൂർ വ്യത്യാസമുണ്ട്? 1 2 3 4. അപ്പൊ ഇവിടെ അത് 120 ഡിഗ്രി വരും. അപ്പൊ ഇതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇതിന്റെ പകുതി ആയിരിക്കും. എത്ര? 60 അല്ലെ. ഇനി നമുക്കറിയാം ഇവിടെ 60 ഇവിടെ 60. അപ്പൊ ഓട്ടോമാറ്റിക് ഇവിടെ എത്ര തന്നെ ആയിരിക്കും? 3 ആംഗിളും കൂട്ടി എത്ര കിട്ടും? 180 അല്ലെ. അപ്പൊ ഇവിടെ എത്ര തന്നെ വരും? 60. ഇവിടെ കണ്ട 1 2 3 4 120. ഇതിന്റെ ഹാഫ് ഇവിടെ 60. അപ്പൊ നിങ്ങൾ നോക്കിയേ, ട്രയാങ്കിൾ എ ബി സിയുടെ പ്രത്യേകത നോക്കിയേ. എല്ലാ ആംഗിളും എന്താണ്? 60. അതായത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് മാറി, അല്ലെങ്കിൽ സമഭുജ ത്രികോണമായിട്ട് മാറി. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും ഏതൊക്കെ മണിക്കൂറുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാന്ന് ചോദിക്കും. അതായത് നമുക്കറിയാലോ ക്ലോക്കിൽ മണിക്കൂർ സൂചിയുണ്ട്, മിനിറ്റ് സൂചിയുണ്ട്, സെക്കൻഡ് സൂചിയുണ്ട്. അപ്പൊ ഈ സൂചികൾ മൂന്നും ഏതൊക്കെ സംഖ്യയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടാന്നുള്ളത് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് അറിയണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താ? എത്ര മണിക്കൂർ, ഓരോ മണിക്കൂർക്കിടയിൽ എത്ര ഡിഗ്രി വ്യത്യാസമുണ്ട്, എങ്കിൽ സെൻട്രൽ ആംഗിൾ എന്താണ് 60ന്റെ ഇരട്ടി, അതായത് 120 ആവാൻ എത്ര മണിക്കൂർ വ്യത്യാസം വേണം എന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,
തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഓക്കെ, ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.